അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവ് ഭാജിയാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പാവ് ഭാജീൻ്റെ മുകളിൽ ബട്ടറും സവാളയും മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിനാരങ്ങ നീര് ഒഴിച്ചിട്ടാണ് പാവ് ഭാജി ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് സൈഡിൽ കട്ട് ചെയ്ത് വെക്കുന്നത്. എന്നാൽ ഇൻഗ്രീഡിയൻസ് കാണാം. പാവ് ഭാജി മസാല, ഞാൻ ബാദുഷാൻ്റെ പാവ് ഭാജി മസാല കേട്ടോ എടുത്തത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു പുളിനാരങ്ങേൻ്റെ നീരാട്ടോ ഇത്, സൺഫ്ലവർ ഓയിൽ, 1.5 സവാള ചോപ്പ് ചെയ്ത് വെക്കുക, കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തെടുക്കുക, ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിക്കുക, 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, 3 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം, ഒരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക, കുറച്ച് ഗ്രീൻ പീസ്, ഒരു ചെറിയ കോളിഫ്ലവർ, ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക, പിന്നെ പാവും വേണം. ഇനി പാവ് ഭാജി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഒരു കുക്കർ എടുത്തിട്ട് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, തക്കാളി, കോളിഫ്ലവർ, അര ടീസ്പൂണ് പാവ് ഭാജി മസാല, അര ടീസ്പൂണ് മുളക് പൊടി, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പച്ചക്കറികൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. നെക്സ്റ്റ് പാന് ചൂടാക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, ചെറുതായിട്ട് മുറിച്ച സവാള ഇട്ട് കൊടുക്കുക. ഒരു സവാളേൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി ലാസ്റ്റ് പാവ് ഭാജീൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ ഉപയോഗിക്കാം. സവാള വഴന്ന് കഴിയുമ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ക്യാപ്സിക്കം വേവിച്ചെടുക്കുക. ക്യാപ്സിക്കം വെന്ത് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. 3 ടീസ്പൂൺ നിറയെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ പാവ് ഭാജി മസാലക്ക് വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് പാവ് ഭാജി മസാല. ഈ മസാലയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ പൊടികൾ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. കഷ്ണങ്ങളൊന്നും കാണാൻ പാടില്ല. എത്ര നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഉടച്ചെടുക്കുക.
ഇപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികൾ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ലൂസിലാണ് ബാജി ഉണ്ടാവേണ്ടത്. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പുളിനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പാവ് ഭാജീൻ്റെ ബാജി റെഡിയായി. ഇനി പാവ് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പാവിൻ്റെ മിഡിലിൽ ഇതുപോലെ കീറിയിട്ട് ബട്ടറിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പാവിൻ്റെ രണ്ട് സൈഡിലും ബട്ടറാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് ചൂടോടുകൂടി കഴിക്കുകയും വേണം കേട്ടോ. ശരിക്കും മുംബൈയിലുള്ള സ്ട്രീറ്റിലൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം പാനിൽ 2 സ്പൂണ് ബാജി ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ബട്ടർ ഇട്ടിട്ട് അതിന് മുകളിൽ പാവ് വെച്ച് പ്രസ് ചെയ്തിട്ട് പാവിൻ്റെ രണ്ട് സൈഡിലും കറിയും ബട്ടറും ഒക്കെ പുരട്ടിയെടുക്കും. അങ്ങനെയാണ് ചെയ്ത് കാണാറ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇങ്ങനെയാവുമ്പോൾ കാണാനും ഒരു നീറ്റുണ്ടാവും. ഇതുപോലെ എല്ലാ പാവും തയ്യാറാക്കി എടുക്കുക. പാവ് തയ്യാറാക്കി കഴിയുമ്പോഴേക്കും ബാജി ചെറുതായിട്ട് തണുത്ത് കാണും. ഒന്നുകൂടി കറി നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ പ്ലേറ്റിലേക്ക് കുറച്ച് ഒഴിക്കുക. ഇതിന് മുകളിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ചൂടിൽ തന്നെ ബട്ടർ മെൽട്ടായി വരണം. ഇനി പ്ലേറ്റിൻ്റെ സൈഡിൽ ഇതുപോലെ പാവ് വെച്ച് കൊടുക്കുക. സവാളയും മല്ലിയിലയും പുളിനാരങ്ങയും ഇതുപോലെ കട്ട് ചെയ്ത് പ്ലേറ്റിൻ്റെ അടുത്ത് ഇതുപോലെ വെക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. ഇത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നിപ്പോകും. താങ്ക്സ് ഫോർ വാച്ചിങ്.